തന്ത്രി കണ്ഠരര് രാജീവർ ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമ്പോൾ ഇന്ന് പശ്ചാത്തപിക്കുന്ന ഒരുപാട് ഭക്തരുണ്ടാകും. ഞാനത് പറയാൻ കാരണം വ്യക്തിപരമായിട്ട് കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായി. കാര്യം ഈ ശബരിമല സ്വർണം കട്ട വിഷയം പുറത്തേക്ക് വന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി അവരുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം എത്തുന്നതിന് പകരം ഇതിനെ വഴിതിരിച്ച് പുതിയ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാക്കി അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പരിശ്രമിച്ചിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ ഉത്തമ ബോധ്യമുണ്ട്. അത് പറയാൻ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിൽ വന്നത്, പോരാത്തതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും കൂടി ചേർന്നാണ് സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ റോക്തങ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ പാലുകാച്ച് നിർവഹിച്ചിരിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയായിട്ട് അടുത്ത ബന്ധം. സ്വാഭാവികമായിട്ടും സ്വർണം അവിടെ നിന്ന് എടുത്തവരും കൊണ്ടുപോയവരും വാങ്ങിയവരും വിറ്റവരും ഒരേ ലൈനിൽ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ ആലോചിക്കേണ്ടതില്ല. ഇവർ അല്ലാതെ ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ താൽക്കാലിക, അതായത് 2 വർഷത്തേക്ക് പ്രസിഡന്റാക്കി നിയമിക്കുന്നവർക്കൊക്കെ ഇത് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് തന്ത്രി പറയുമ്പോൾ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ സ്വർണം വാങ്ങിയിട്ടുണ്ട്, ദേവന്റെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയി അതിൻ്റെ സ്വർണം പൂശേണ്ടതുണ്ടെന്ന് ആവശ്യം ഉന്നയിച്ചാൽ ഒപ്പിടാനേ നിർവാഹമുള്ളൂ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് തന്ത്രിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ചിലർ ആ വാർത്തയിൽ വിശ്വസിച്ചതിന് ശേഷം രാവിലെ ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു മുതിർന്ന പൗരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു 10-70 വയസ്സ് വരും. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ തന്ത്രിയാണെന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശബരിമല ദർശനത്തിന് പോയപ്പോൾ ഈ കണ്ഠരർ മോഹനരുടെ കാലിൽ സ്വന്തം മകനെ കൊണ്ട് തൊട്ടു തൊഴിയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിന് കാരണമായി പറഞ്ഞത്. ആ വൃത്തികെട്ടവൻ്റെ കാലിൽ എൻ്റെ മകനെ കൊണ്ട് തൊടിയിച്ചല്ലോ എന്ന് അദ്ദേഹം വളരെ ഒരു വിഷമത്തോടു കൂടി പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അതെനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അതേ നിരാശ ഇന്നിപ്പോൾ നിരവധി ഭക്തരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. കാര്യം പലരും അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇതുപോലെ കാലിൽ തൊട്ട് തൊഴിയിച്ച് അനുഗ്രഹം മേടിച്ചിട്ടുണ്ട് എന്ന് സംതൃപ്തിപ്പെട്ടവരാണ്. ചിലർ എഴുത്തിനിരുത്തിയിട്ടുണ്ടാകാം, ചിലർ ഈ ചരട് ജപിച്ച് ഇവരുടെ കയ്യിൽ കെട്ടിയിട്ടുണ്ടാകാം, ചിലർ അവരുടെ വീട് വയ്ക്കുന്ന സന്ദർഭങ്ങളിൽ ഇവരെ വിളിച്ച് പൂജ ചെയ്തിട്ടുണ്ടാകാം. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമോ മറ്റെന്തെങ്കിലും സംവിധാനമോ കമ്പനിയോ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ച് പൂജ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഓരോരുത്തരുടെയും സ്വകാര്യമായിട്ടുള്ള ആരുടെ ഭക്തരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ഇദ്ദേഹം എന്തോ ഒരു മഹത് വ്യക്തിയാണ്, ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സവിശേഷ സ്ഥാനമാണെന്ന് കരുതിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ വിളിച്ച് ആയിരങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അവരോട് പറയാനുള്ള ഒരു കാര്യം, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പുരോഹിതന്മാർ, അത് ഉസ്താദന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി ഏത് ഫാദർമാരായിക്കോട്ടെ, അതിനി ഏത് വലിയ മെത്രാപോലിത്തയോ അല്ലെങ്കിൽ തന്ത്രി ആയാലും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് അവർ ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. അത് എങ്ങനെയാണ് ഒരു വ്യക്തി പഠിച്ചെടുത്തിട്ടുണ്ടാകുക എന്നുള്ളത് നിങ്ങളെപ്പോലെ നിങ്ങൾ ഒരു ചുറ്റുവട്ടത്തുള്ള ഒരു 10 ആൾക്കാരെയോ 20 ആൾക്കാരെയോ എടുക്കും. ഇവരിൽ ഒരാളായിരിക്കും അവരുടെ അതേ മനോഭാവം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചില പുരോഹിതർ, ഇവരല്ല, ചില പുരോഹിതർ എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീപീഡന കേസുകളിൽ പെടുന്നു, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ അനാവശ്യമായിട്ട് തൊടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോലെയുള്ള ചിന്താഗതി തന്നെയാണ് അവർക്ക് പ്രത്യേകിച്ച് ബ്രെയിനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കണ്ണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ല. എല്ലാ മനുഷ്യർക്കും എന്താണോ ആ മനോഭാവങ്ങളുള്ള പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. കുറെ കഥകൾ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ? ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നവരല്ല, അങ്ങ് ബ്രഹ്മാവിൻ്റെ എവിടെന്നോ പൊട്ടി താഴേക്ക് വീഴുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്? ഒരു അച്ഛനും അമ്മയും തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കപ്പെടുന്നത്. അങ്ങനെ തന്ത്രിയുടെ ഈ അച്ഛനും അമ്മയും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എങ്ങനെ ഇവർ ഈ ഭൂമിയിൽ പിറവി കൊള്ളും? അപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ കഥയൊക്കെ വെറും കഥ മാത്രമാണെന്ന് സാമാന്യമായി ചിന്തിക്കുക എന്നുള്ളതാണ്. ഈ ജാതിപരമായിട്ടും മതപരമായിട്ടും ഈ നാട്ടിൽ കാട്ടിൽ ജനിച്ച ഒരു ജന്തുവായിട്ടുള്ള മനുഷ്യരെ വേർതിരിച്ചത് ചിലരുടെ താല്പര്യങ്ങളാണ്. ചിലർ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരുടെ പല കുലങ്ങളാക്കി അവർ അതിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് രാജകൊട്ടാരത്തിലേക്ക് ഉപദേശകരാണെന്നുള്ള നിലയ്ക്കൊക്കെ കടന്നുകൂടിക്കൊണ്ട് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതുപോലുള്ള പല അധികാര കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയുള്ള അവസ്ഥകളിലെത്തിയത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒരു പേന പൂജിച്ചു എന്ന് കരുതിക്കൊണ്ട്
ആ പേന വെച്ച് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു പുതിയ വാഹനം വാങ്ങി എന്ന് വെച്ചോളൂ, ആ പൈസ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ വാഹനം വരത്തില്ല. അതിനെ പൂജിച്ചാൽ മാത്രമേ മഹത്തരമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരാതിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് സിമ്പിളി ആലോചിച്ചാൽ മതി. ഈ പൂജിച്ചു എന്ന് കരുതി നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ നിങ്ങൾക്ക് പെറ്റിയടിക്കുകയില്ലയോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പൂജിച്ചു എന്ന് കരുതിക്കൊണ്ട് അതിൽ ഡീസലോ പെട്രോളോ അടിക്കാതിരുന്ന വണ്ടി ഓടത്തില്ലല്ലോ. ഇനി ഈവൻ നിങ്ങൾ ഈ പൂജിച്ചതിന് ശേഷം ഫിനാൻസിൽ വീഴ്ച വന്നാൽ ആ വണ്ടി ഫിനാൻസുകാർ എടുത്തുകൊണ്ട് പോകുമോ ഇല്ലയോ? ഇതൊക്കെ ആലോചിച്ചാൽ മതി. പൂജിച്ചെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസം എന്നതിനപ്പുറം ഇവർക്ക് കയ്യിലിരിക്കുന്ന കുറച്ച് പൈസയോടെ കൊടുക്കാം എന്നതിനപ്പുറം മറ്റൊരു സംഭവവികാസവും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മുടെ നാട്ടിൽ എല്ലാ വിവാഹങ്ങളും നടക്കുന്നത് പൊരുത്തം നോക്കിയാണ് നടക്കുന്നത്. ഭൂരിപക്ഷം ഈ അറേഞ്ച്ഡ് മാരേജ്. നിങ്ങളൊന്ന് ആ കുടുംബ കോടതിയിൽ പോയി നോക്കണം. ആ സന്ദർഭത്തിൽ, ഏത് കുടുംബ കോടതിയിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആ 10-ൽ 10 പൊരുത്തം എഴുതിയ ജോത്സ്യൻ, അല്ലെങ്കിൽ 8-ൽ 8 പൊരുത്തം എഴുതിയ ജോത്സ്യൻ ആ വിവാഹ കതിർ മണ്ഡപത്തിൽ 2 മണിക്കൂറത്തേക്ക് 10,000-3000 രൂപ വാങ്ങിക്കൊണ്ടുപോയി കൈപിടിച്ചു കൊടുക്കുന്ന ഏതോ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള പോറ്റി അവിടങ്ങളിൽ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവരെല്ലാം അനുഗ്രഹിച്ചിട്ട് എന്താണ് ഇത് സംഭവിക്കുന്നത്? ഇവരെ പൊരുത്തം നോക്കിയിട്ടും ഇവരെ തന്നെ കാർമ്മികത്വം വഹിച്ച് വിവാഹങ്ങൾ നടത്തിയിട്ട് പോലും ഈ രീതിയിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാകുമെന്ന് ചിന്തിക്കും. അവർക്ക് പ്രത്യേകിച്ച് സവിശേഷതയൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് പിന്നെയും അവിടെ ബോധ്യപ്പെടുന്നില്ലേ? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇമാതിരി വിവരക്കേടുകൾക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുക. ആര്? ഈ തന്ത്രിമാരൊക്കെ എഴുതിച്ചു കഴിഞ്ഞാൽ മക്കൾ വലിയ പുണ്യാളന്മാരാകുമെന്നൊന്നും ആരും കരുതരുത്. ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ, ഈ തന്ത്രിയെ കൊണ്ടാണ് നിങ്ങൾ എഴുതിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മക്കൾ വളർന്നു വന്നാൽ ഈ തന്ത്രിയുടെ സ്വഭാവക്കാരനായി മാറുമോ എന്നൊരാശങ്ക നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞില്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തന്നെ എഴുതിയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മുതിർന്ന ആളെ കൊണ്ട് ചെയ്യിച്ചാലോ? നിങ്ങളുടെ നാട്ടിലെ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച്, ഒരു അധ്യാപകനെ കൊണ്ട് ചെയ്യിച്ചാലോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും ആ കുട്ടിയെ സ്കൂളിലോ എവിടെയെങ്കിലും ചേർത്താൻ അവൻ എഴുതും, അവൻ പഠിക്കും. അവന് നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി അവൻ ഡെവലപ്പായി വരും. അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ, ഇത് ജീവിതത്തിൽ ചിലർക്ക് ജോലി ചെയ്യാതെ ചൂഷണം ചെയ്ത് ജീവിക്കാനുള്ള ചില തട്ടിപ്പ് പരിപാടിയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇപ്പോൾ അയ്യപ്പ കോപം ഉണ്ടായിരുന്നെങ്കിൽ, കാര്യം തന്ത്രി എന്ന് പറഞ്ഞാൽ പിതൃസ്ഥാനീയനാണ്, ഇവിടെ കൊടുങ്കാറ്റടിച്ചോ, ഇടിമിന്നൽ വന്നോ, അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോയല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. സർവ്വസാധാരണങ്ങൾ പോലെ കാര്യങ്ങൾ പോവുകയല്ലേ. അയ്യപ്പൻ കോപം കൊണ്ട് വിറയ്ക്കുന്നില്ല, ഇവിടെ വലിയ തീക്കാറ്റടിച്ചില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ പേമാരി വന്നോ, അല്ലെങ്കിൽ വലിയ ഇടി വെട്ടിയെങ്കിൽ ഇതാ അയ്യപ്പൻ വലിയ കോപിഷ്ഠനായെന്നൊരു കഥ ഇറക്കി വിടാമായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. SIT കൊണ്ടുവന്ന് മെഡിക്കൽ എടുത്തപ്പോൾ ജയിലിൽ കൊണ്ടുവന്ന് അടയ്ക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. വലിയ ശക്തനാണ്, ദിവ്യശക്തി ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആ പൊട്ടത്തരം ഇനിയെങ്കിലും മനസ്സെന്നെടുത്ത് മാറ്റണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഒരു അമ്പലങ്ങളിൽ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം, മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്, നിങ്ങളൊന്ന് അവിടെ പോകും. ഒന്ന് അവിടെ പോയി കണ്ണടച്ച് നിന്ന് നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ പറ്റാത്തത് അവിടെ പറഞ്ഞാൽ ആ പ്രശ്നം തീരുമെങ്കിൽ അങ്ങ് തീരട്ടെന്ന്. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു ഏജന്റ് പണിക്ക് നിൽക്കുന്നവരെല്ലാം തട്ടിപ്പുകാരാണെന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഈ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളെ ഉപദേശിക്കാനുള്ളൂ.